ആദ്യമേ തന്നെ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട കൃപാസന പ്രസാദ മാതാവിൻ്റെ സന്നിധിയിൽ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായിട്ട് ഉയർത്തതിന് ആദ്യം തന്നെ അമ്മയോടും തിരുകുമാരനോടും കോടാനുകോടി നന്ദി പറയുകയാണ് ഈ നിമിഷം. എൻ്റെ പേര് ജെയ്സൺ എന്നാണ്. എൻ്റെ വീട് പെരുമ്പാവൂർ ചേലാമറ്റം. എൻ്റെ ഇടവക സെൻറ്റ് ജോർജ് ചർച്ച് പെരുമ്പാവൂർ. എൻ്റെ രൂപത വിജയപുരം കോട്ടയം. എനിക്ക് രോഗസൗഖ്യങ്ങളും അതുപോലെ തന്നെ ആത്മീയമായ വളർച്ചയും ഉടമ്പടിയോടുകൂടി എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ആദ്യമേ തന്നെ എനിക്ക് മൈഗ്രെയിൻ എന്ന് പറയുന്ന ഒരു രോഗം ഉണ്ടായിരുന്നു. എനിക്ക് അത് 10 വർഷത്തിനടുത്തായിട്ട് ഉണ്ടായിരുന്നു. ലൈറ്റ് അടിക്കാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ ഒച്ചത്തിൽ ശബ്ദം, അല്ലെങ്കിൽ ശബ്ദം ചെറിയ രീതിയിലാണെങ്കിലും കേൾക്കുമ്പോഴും വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരവസ്ഥയായിരുന്നു. പിന്നെ ഞാൻ വേദന സഹിക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് ചില സമയങ്ങളൊക്കെ ഭിത്തിമയൊക്കെ തലയൊക്കെ അടിക്കുന്ന ഒരു ഇതുണ്ടായിട്ടുണ്ട്. ആ ഒരു പെയിൻ റിലീവ് ആവാൻ വേണ്ടിയിട്ട് ഉടമ്പടി വസ്തുവായിട്ടുള്ള നമ്മുടെ വിശുദ്ധ തൈലം അമ്മയാണ് എനിക്ക് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് വിശുദ്ധിയോടുകൂടി എനിക്ക് ആ കുരിശ് തലയിൽ നെറ്റിയിൽ കുരിശ് വരച്ച് തന്ന് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് വിശുദ്ധ തേരും എനിക്ക് തന്നു. അത് സ്വീകരിച്ച ആ നിമിഷം തന്നെ എനിക്ക് ആ അസുഖം എന്നിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറിപ്പോയെന്നാണ് എനിക്ക് പറയാനുള്ളത്. അമ്മ മാതാവ് വഴി ഈശോ തന്ന വലിയൊരു അനുഗ്രഹമായിരുന്നു അത്. പിന്നെ ഞാൻ കൃപാസനത്തിലേക്ക് വരാനായിട്ടുള്ള സാഹചര്യം എന്ന് പറയണത്, ഞാൻ ശരിക്കും +2 വരെ അത്യാവശ്യം പള്ളിയിൽ സൺഡേ ക്ലാസ്സിലൊക്കെ മുടങ്ങാണ്ട് പോവുകയും സൺഡേ സ്കൂളിൻ്റെ ലീഡറൊക്കെ ആയിട്ടും പിന്നെ യൂത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രവർത്തിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ അതിന് ശേഷം പിന്നെ നമ്മുടെ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള പല കാര്യങ്ങൾ സുഹൃത്തുക്കൾക്കും പിന്നെ മറ്റുള്ള കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുത്തു. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ വിശുദ്ധ കുർബാനയ്ക്കാണെങ്കിലും ജപമാലയ്ക്കാണെങ്കിലും കൊടുക്കേണ്ടതായിട്ടുള്ളൊരു പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും അലസമായ രീതിയിലായിരുന്നു. എന്നാൽ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വിശ്വാസം എനിക്കില്ല. യഥാർത്ഥമായിട്ട് ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന് വേണ്ടി ഞാൻ എങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത് അതുപോലെയാണ്. അത് എനിക്ക് കാപട്യം എന്ന് പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്നോട് അമ്മയൊക്കെ ആണെങ്കിലും സന്ധ്യാപ്രാർത്ഥന ഞാൻ എൻ്റെ ഓർമ്മ വെച്ച സമയത്ത് തുടങ്ങി അമ്മ ജപമാല അങ്ങനെ മുടങ്ങാറില്ല വീട്ടിൽ. പക്ഷെ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ അത്ര പ്രാധാന്യം ഞാൻ കൊടുക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് ജപമാലയ്ക്കെല്ലാം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ റിയലൈസ് ചെയ്ത് തുടങ്ങി, ഞാൻ വിശുദ്ധ കുർബാന പങ്കെടുക്കാനായിട്ടുള്ള ആഗ്രഹം എന്നിൽ വന്നു. പിന്നെ വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് ഇപ്പോൾ ഇട ദിവസങ്ങളിൽ പോകുന്ന സമയങ്ങളിലാണെങ്കിലും എല്ലാ ദിവസവും അടുപ്പിച്ച് എനിക്ക് കുർബാന സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ എന്തോ ഒരു കുറവ്, എന്തോ എന്നെ പിടിച്ചു വലിക്കുന്ന എന്തോ ഉണ്ട് എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ ആ സമയത്ത് 2 ദിവസം പോയി കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം പിന്നെ എനിക്ക് പോകാൻ പറ്റണില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എഴുന്നേൽക്കുന്നതൊക്കെ ആണെങ്കിലും ലേറ്റായിട്ടൊക്കെ തന്നെയായിരുന്നു. ഒത്തിരി ലേറ്റൊക്കെ ആയിട്ടായിരിക്കും. ചില വർക്കിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ വരും, അല്ലെങ്കിൽ പല കാര്യങ്ങളും ഉണ്ട്. പിന്നെ കൂടുതലും സിനിമകൾ, റീൽസ്, ഇപ്പോൾ ഞാൻ പറയാണ്ട് തന്നെ അറിയാം, സോഷ്യൽ മീഡിയകൾ കാര്യങ്ങളെല്ലാം കൂടുതലായിട്ട് അങ്ങനെയുള്ളതിനൊക്കെയാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം വന്നു കഴിഞ്ഞപ്പോൾ ഈ 3 ദിവസം കുർബാനയ്ക്ക് പോയി സ്വീകരിച്ചു. 4-ാമത്തെ ദിവസം ആകുമ്പോഴേക്കും പിന്നെ പോകാൻ പറ്റണില്ല, എന്തോ ഒന്ന് പിടിച്ച് വലിക്കുന്നത് പോലെ. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുവാണ്, വീട്ടിലിരിക്കുന്ന പുസ്തകങ്ങൾ, ആവശ്യത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് ആവശ്യത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്ത് ഒഴിവാക്കാം എന്നുള്ളത് മനസ്സിലിങ്ങനെ തോന്നുവാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ എല്ലാം വീട് മൊത്തം ഉള്ളതെല്ലാം കളക്ട് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാദറിൻ്റെ ഉടമ്പടി പത്രം എൻ്റെ കയ്യിൽ കിട്ടി. ഉടമ്പടി പത്രം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവിടെ നിന്നാണ് എൻ്റെ വഴി തിരിയുന്നത്. അപ്പോൾ അതിനുശേഷം എനിക്ക് കൃപാസനത്തിലൊന്ന് വരണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ തോന്നി. അപ്പോൾ അമ്മേനോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, നിനക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് ഞാനും അമ്മേനോട് കൂടി ഇവിടെ വന്നു. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുമായിരുന്നു, ആ കസേരയിൽ ഞാൻ ഇരിക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നി തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഉടമ്പടി എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം തോന്നി തുടങ്ങി. അപ്പോൾ അത് വന്നതിന് ശേഷം വീട്ടിൽ നമ്മുടെ മാതാവിൻ്റെ ഒരു ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടയ്ക്കാനൊക്കെ എന്നോട് തോന്നുവാണ്. അപ്പോൾ ഞാനത് തുണിയിൽ വെള്ളം മുക്കിയിട്ട് തുടയ്ക്കുകയൊക്കെ ചെയ്തു. തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു പ്രകാശമൊക്കെ അതിൽ വരുന്നത് പോലെ എനിക്ക് തോന്നി. പിന്നെ അതിന് ശേഷം ഉടമ്പടിക്ക് വേണ്ടിയിട്ട് എനിക്ക് യോഗ്യത ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനത് ഒരു 2 മാസത്തിനടുത്ത് ഞാൻ അതിന് വേണ്ടിയിട്ട്, അപ്പോൾ ആ
സാക്ഷ്യങ്ങളാണെങ്കിലും അച്ഛൻ്റെ ടോക്കുകളൊക്കെ ആണെങ്കിലും യൂട്യൂബിൽ വരുന്നതിനല്ല. അപ്പം ഞാൻ മറ്റുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ കൃപാസനത്തിൽ വരുന്നത് കാര്യങ്ങളെല്ലാം കേൾക്കാനും നമ്മുടെ അമ്മ മാതാവ് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ടും എനിക്ക് യോഗ്യത ഉണ്ടോയെന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ ശ്രമിക്കാൻ തുടങ്ങി. അപ്പോൾ അതിനുശേഷം എനിക്ക് ഒരാഴ്ച എനിക്കൊരു സ്പിരിച്വലി അത്യാവശ്യം നല്ല രീതിയിൽ കുർബാന കാണാനും നല്ല ആത്മീയമായിട്ടുള്ള ഒരു പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്തു തുടങ്ങി. കണ്ടിന്യൂസ് ആയിട്ട് കുർബാന കാണാൻ പോകാനും അതനുസരിച്ചിട്ട് പ്രാർത്ഥനകൾ പങ്കെടുക്കാനുമായിട്ട് സാധിച്ചു. എൻ്റെ ബർത്ത്ഡേയുടെ ആ മാസം, അതായത് ആഗസ്റ്റ് 1 തീയതി എൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത് സ്വർഗ്ഗാരോഹണ തിരുനാളിൻ്റെ അന്നാണ്. അപ്പോൾ എനിക്ക് ആഗസ്റ്റ് 1 തീയതി തന്നെ ഇവിടെ വരണം എന്നുള്ളൊരു ആഗ്രഹം വന്നു. അപ്പോൾ തലേന്ന് തന്നെ എനിക്ക് അതിന് വേണ്ടിയിട്ട് അമ്മ ക്രമീകരിക്കുമായിരുന്നു. അതായത് പരിശുദ്ധ അമ്മ വരുന്ന കാര്യങ്ങളെല്ലാം, അതായത് ഏത് ഡ്രസ്സ് ഇടണമെന്ന് പോലും എന്നെക്കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കുകയായിരുന്നു ചെയ്തത്. അതിനുശേഷം അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് 10-11 മണി അല്ലെങ്കിൽ നമ്മൾ ലേറ്റായിട്ടാണ് എണീക്കുന്നത് ഒക്കെ പോലും. അപ്പോൾ ആ സമയത്ത് അമ്മ 3 മണിയായപ്പോഴേക്ക് എന്നെ വിളിച്ച് എണീപ്പിച്ചു. 3 മണിക്ക് എന്നെ വിളിച്ച് എണീപ്പിച്ച് ട്രെയിൻ കയറി. ഞാനിവിടെ വരാൻ വേണ്ടിയിട്ട് ട്രെയിൻ കയറി. ചേർത്തല എത്തിക്കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഉറങ്ങിപ്പോയി. ആ സമയത്ത് എന്നോടിങ്ങനെ പറയുകയാണ്, എനിക്കത് കേൾക്കാം, അതായത് നീ കൃപാസനത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നീ എവിടെ ഇറങ്ങിയാലായിരിക്കും നിനക്ക് എത്രയും പെട്ടെന്ന് എത്താനായിട്ട് സാധിക്കുക എന്നുള്ളത് നീ നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനത് നോക്കിയ സമയത്ത് നമ്മുടെ മാരാലിക്കുളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചേർത്തല കഴിഞ്ഞുള്ള നെക്സ്റ്റ് സ്റ്റോപ്പിൽ നിന്ന് ഇവിടുന്ന് 6 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. അപ്പോൾ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് നോക്കി കഴിഞ്ഞപ്പോൾ അടുത്ത സ്റ്റോപ്പാണ്. അപ്പോൾ ഞാൻ അവിടെ ഇറങ്ങി അവിടെ നിന്ന് ഒരു ഓട്ടോ എടുത്ത് ഇവിടെ വന്നു. കറക്റ്റ് 5 മിനിറ്റ് ഉള്ളപ്പോഴാണ് നമ്മുടെ ഇവിടെ ഉടമ്പടി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അമ്മ കൃത്യമായിട്ട് എന്നെ കൊണ്ടുവരികയായിരുന്നു ചെയ്തത്. അതിനുശേഷം ക്ലാസ്സിൽ കയറി ക്ലാസ്സിലെ ഓരോ കാര്യങ്ങൾ അച്ഛൻ പറയുന്ന ടോക്കുകളൊക്കെ കേട്ടപ്പോൾ ഫുൾ ഇമോഷണലി ഡൗൺ ആയിപ്പോയി. കാരണം നമ്മൾ കണ്ട കാഴ്ചപ്പാടുകളൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ജീവിക്കേണ്ട രീതികൾ എങ്ങനെയായിരുന്നു എന്നും ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളതും വ്യക്തമായിട്ടുള്ള ക്ലിയർ പിക്ചറാണ് ഉടമ്പടി ക്ലാസ്സിൽ കിട്ടിയായിരുന്നത്. അപ്പോൾ അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ സമയത്ത് നമുക്ക് അറിയാം, നമ്മൾ അമ്മേനെയും തിരിയൊക്കെ നമുക്ക് പിടിക്കാനുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ ഞാൻ അവിടെ വന്ന സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഫുള്ളി ഇതായി. അപ്പോൾ എനിക്ക് കിട്ടിയത് അമ്മേനെ തന്നെയായിരുന്നു പിടിക്കാനായിട്ട്. അങ്ങനെ അമ്മേനെയും വഹിച്ചുകൊണ്ട് എനിക്ക് വരാനുള്ളൊരു അവസരം അമ്മ തന്നു. പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് നിയോഗങ്ങൾ ഞാൻ എഴുതി കൊടുത്തതിലും ഫസ്റ്റ് പ്രയോറിറ്റി ഇപ്പോഴാണെങ്കിലും ഇനി അങ്ങോട്ടേക്കാണെങ്കിലും ഞാൻ എഴുതിയതെന്ന് പറയുന്നത് ആത്മീയമായിട്ട് ജീവിക്കണം എന്നുള്ള കാര്യമാണ്. വിശുദ്ധിയോടുകൂടി ജീവിച്ച് മരിക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹം മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ. അത് ചിലപ്പോൾ പറയുമ്പോൾ ഇപ്പോൾ ഞാൻ വീട്ടിൽ ഉടമ്പടി എടുത്തതിന് ശേഷം വന്നതിന് ശേഷം അമ്മ തന്നെ എന്നോട് ചോദിച്ചു, നിനക്ക് എന്താണ് പറ്റിയതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. കാരണം ഡെയിലി എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നു, പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ കൊടുക്കാത്ത ഒരാൾ അങ്ങനെ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ പറയും. എല്ലാവരും പറഞ്ഞു. ഇപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ എൻ്റെ കൂടെ ഞാൻ വർക്കിന് പോകുന്ന സമയത്ത് ഇപ്പോൾ ഞായറാഴ്ചകളിലൊക്കെ കുർബാനകളൊന്നും മുടക്കാൻ എനിക്ക് ഒട്ടും പറ്റില്ല. കാരണം ഞാൻ എങ്ങനെയാണ് ബ്രീത്തിങ് എടുക്കുന്നത്, ഞാൻ ഒരു ശ്വാസം വലിക്കുന്നത് എങ്ങനെയാണ് അതുപോലെയാണ് എനിക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. അപ്പോൾ അത് മുടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എൻ്റെ ശ്വാസം നിലച്ച് പോണ പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വന്ന ചേഞ്ചസൊക്കെ കണ്ടപ്പോൾ ആദ്യമൊക്കെ അമ്മയ്ക്കാണെങ്കിലും അത് ഇവനെന്തോ പറ്റിയിട്ടുണ്ടെന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു ആദ്യം. ഇവനെന്തോ കുഴപ്പമൊക്കെ ഉണ്ടെന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ അതിനുശേഷം അമ്മ റിയലൈസ് ചെയ്തു ഇവൻ കൃത്യമായിട്ടുള്ള കരങ്ങളിലേക്ക് സുരക്ഷിതമായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്, അതിൻ്റെ ആണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് വീട്ടുകാർക്കും സാധിച്ചു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ നിന്ന് കിട്ടിയ വിശുദ്ധമായിട്ടുള്ള ഉപ്പ് ഉപയോഗിച്ചിട്ട് അത് എനിക്ക് ഈ വെള്ളം ഉപയോഗിക്കുന്ന സമയങ്ങളിൽ, അതായത് കുളിക്കാനൊക്കെ ആണെങ്കിലും വെള്ളം ഉപയോഗിക്കുമ്പോൾ അതൊരു അലർജി പോലെ ഒരു ചൊറിച്ചിൽ പോലെയൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ വിശുദ്ധ കുർബാന കണ്ടിട്ട് ആ വിശുദ്ധിയോടുകൂടി വന്നിട്ടാണ് ആ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിക്കാറ്. അപ്പോൾ നമുക്കത് ചെയ്യുമ്പോൾ നമ്മൾ അത്രത്തോളം നമുക്ക് റിസൾട്ടുകൾ നല്ല രീതിയിൽ വരുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി നമുക്ക് കൂടുതലായിട്ട് ആത്മീയമായിട്ടും നമുക്ക് കൂടുതൽ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈശോ പ്രവർത്തിക്കുന്നതെന്നും മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞാൻ വിശുദ്ധ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപയോഗിച്ചതിന് ഫലമായിട്ട് എനിക്ക് ആ ഒരു പ്രശ്നം മാറിയതായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് വരെ ഞാൻ ചൂടുവെള്ളമാണ് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കുളിക്കുന്ന സമയങ്ങളിലെല്ലാം. അപ്പോൾ എപ്പോഴും ചൂടുവെള്ളം ഉപയോഗിച്ച സ്കിന്നിന് എത്രത്തോളം പ്രശ്നമുണ്ടെന്നുള്ളത് അറിയാലോ. അപ്പോൾ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചതിന് ഫലമായിട്ട് എനിക്ക് അങ്ങനെ ഒരു
രോഗസൗഖ്യവും കൂടി അമ്മ മാതാവ് വഴി ഈശോ എനിക്ക് ചെയ്ത് നൽകിയിട്ടുണ്ട്. 10 വർഷത്തോളമായിരുന്നു മൈഗ്രെയിൻ്റെയും അതുപോലെ ഈ അലർജിക്കായിട്ടുള്ളൊരു പ്രോബ്ലം എനിക്ക് ഉണ്ടായിരുന്നത്. അതാണ് സമയചുരുക്കത്തിൻ്റെ അമ്മ മാതാവ് വഴി ഈശോ എനിക്ക് ചെയ്തു തന്ന വലിയ അനുഗ്രഹം. പിന്നെ വീട് പണി 13 വർഷമായിട്ട്, അതായത് വീടിന് മുകളിലേക്ക് പണി സ്റ്റാർട്ട് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലായിരുന്നു. അപ്പോൾ എത്രത്തോളം നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയാലും നമുക്കുള്ള എല്ലാ സാഹചര്യം ഉണ്ടെങ്കിലും അത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഈ പറഞ്ഞതുപോലെ രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് പോയി വിശുദ്ധ കുർബാന സ്വീകരിച്ച് വീട്ടിൽ വന്ന് വിശുദ്ധ ഉപ്പ് എടുത്തിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ വീടിൻ്റെ ആരും ചവിട്ടാത്തൊരു സ്ഥലത്ത് ഞാൻ കൊണ്ടുവന്ന് ഇട്ടു. എന്നിട്ട് ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറയണത്, എൻ്റെ ഭവനമല്ല ഇത് അമ്മ മാതാവും ഈശോയും ത്രിയേകദൈവവും വസിക്കുന്ന ഒരു ആലയമായിട്ട് വേണം ഇത് മാറ്റാനായിട്ട്. അവിടെ ദാസനായിട്ട് നിൽക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്നും പറഞ്ഞിട്ടാണ് ഞാനത് അവിടെ ഇട്ടത്. ഇന്ന് ഞാൻ ആഗ്രഹിക്കണം അത് തന്നെയാണ്. അങ്ങനെ ചെയ്തതിന് ശേഷം വീടിൻ്റെ പണി വിചാരിക്കുന്നതിനേക്കാൾ ഇതായിട്ടായിരുന്നു ഫ്രണ്ടിലേക്ക് വന്നത്. നമ്മൾ സമയചുരുക്കത്തിൻ്റെ ആ ഒരു ഇടപെടൽ ശരിക്കും ഞാൻ അവിടെ കാണുക തന്നെയാണ് ഉണ്ടായിരുന്നത്. അമ്മ മാതാവ് വഴി ഈശോ ചെയ്ത വലിയൊരു അനുഗ്രഹമായിരുന്നു. അതോടൊപ്പം തന്നെ വീടിൻ്റെ മതിലിൻ്റെ കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീടിൻ്റെ മതിലിൻ്റെ പണി ഇതുപോലെ തന്നെ അമ്മ അത് ചെയ്യാനായിട്ട് അമ്മ തന്നെ ചെയ്തതായിട്ടാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് വീടിൻ്റെ അടുത്തുള്ളവർ നമ്മൾ ഇറക്കിയാണ് പണിത് എന്നുള്ള രീതിയിൽ ചെറിയ രീതിയിലൊക്കെയുള്ള ഒരു ക്ലാഷ്. അപ്പോൾ ആ സമയത്തൊന്നും ഞാനില്ല. അപ്പോൾ അമ്മയും അപ്പച്ചനുമാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് വല്ലാത്ത രീതിയിൽ സങ്കടം ഉണ്ടായി. കാരണം അതായത് ഹൈറ്റ് ഇല്ലാത്ത രീതിയിലായിരുന്നു ആദ്യം കെട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് മുകളിലേക്ക് കല്ല് വേറെ വെച്ച് നമ്മൾ പൊക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ പള്ളിയിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കുർബാനെല്ലാം കഴിഞ്ഞ് ആരാധനയുടെ സമയത്തായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ ഇരിക്കുന്ന സമയത്ത് എന്നോട് ഒരു ശബ്ദം ഞാൻ കേൾക്കാണ്, എടാ നീ വീട്ടിലിട്ട് പോകുന്ന ഒരു ശബ്ദം ഞാൻ കേൾക്കാണ്. അപ്പോൾ ഞാൻ സാധാരണഗതിയിൽ അങ്ങനെ കേൾക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മീയമായ കാര്യങ്ങളിലേക്ക് നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ അങ്ങനെ ശബ്ദം കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഇതുണ്ട്, നമ്മൾ ആത്മീയതയ്ക്ക് എഗനസ്റ്റായിട്ട് നിൽക്കുന്നവരുണ്ടല്ലോ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് തന്നെ. അപ്പോൾ ഞാൻ ഈശോനോടും അമ്മയോടും പറഞ്ഞു, അമ്മ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, എനിക്ക് അമ്മയും ഈശോയും തന്നെയാണ് പറയണമെന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ ഞാൻ പോവാട്ടോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ് സങ്കടപ്പെട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കണമെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ ഞാൻ സങ്കടപ്പെട്ടിരിക്കണപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചത് ജപമാല ചൊല്ലിയാർന്നു ആദ്യം ഞാൻ ചോദിച്ചത്. അപ്പോൾ പറഞ്ഞു ഇല്ല ജപമാല ചൊല്ലിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം നമുക്ക് ജപമാല ചൊല്ലാം, അതിനുശേഷം മാത്രം ബാക്കി കാര്യം സംസാരിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അതായത് ജപമാല പോലും ഉപേക്ഷിച്ച് വീടിൻ്റെ അകത്തിരുന്ന എനിക്ക് ഇപ്പോൾ പ്രാർത്ഥനകളില്ലാണ്ട്, അതായത് ദൈവമില്ലാണ്ട് അമ്മ മാതാവും ഈശോയും ഒന്നും ഇല്ലാണ്ട് എനിക്കിപ്പോൾ പറ്റാത്ത ഒരു രീതിയിലേക്ക് എന്നെ ഉയർത്താണ് ചെയ്തേക്കണം ഉടമ്പടി വഴി. അപ്പോൾ അന്നേരം ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ജപമാല ചൊല്ലാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് അമ്മ സങ്കടമായി. അതായത് ഞാൻ എൻ്റെ ഓർമ്മ വെച്ച സമയം എന്ന് തുടങ്ങി അമ്മ വയ്യാണ്ടിരിക്കുന്ന സമയങ്ങളിലല്ലാണ്ട് അമ്മ ജപമാല താഴ്ത്തി വെച്ചിട്ടില്ല. ആ അമ്മ ജപമാല എടുക്കാണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും സങ്കടം വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ചൊല്ലാം. എന്നിട്ട് ഞാൻ തന്നെ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ പിന്നെ കാണുന്നത് അമ്മ മാതാവ് ആ മതിലിൻ്റെ സൈഡിൽ കൂടെ നടക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് പത്രങ്ങൾ വാങ്ങിയിട്ട് പള്ളികളിലും കൊടുക്കാറുണ്ട്. ആദ്യത്തെ പ്രാവശ്യം പള്ളി കൊടുത്ത സമയത്ത് ഞാൻ പത്രം കൊടുക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എന്തായാലും കൊടുക്കും. നമ്മൾ ഈശോയ്ക്ക് വേണ്ടിയിട്ട് പ്രഘോഷിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഉടമ്പടി ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കണം, അത് ജീവിതത്തിൽ പ്രവർത്തികമാക്കിക്കൊണ്ട് വിശുദ്ധിയോടുകൂടി മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഞാനിവിടെ വന്നിരുന്നത്. പിന്നെ അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ എന്നിൽ നിന്ന് പൂർണ്ണമായിട്ടും എടുത്തു മാറ്റണം എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും. അതിവിടെ വന്നപ്പോൾ എനിക്ക് സാധിച്ച് കിട്ടി. അപ്പോൾ പത്രം ഞാൻ കൊണ്ടു കൊടുക്കുന്ന സമയത്ത് ഒരു യുവതിയായിട്ടുള്ള ഒരു കുട്ടിയുടെ വന്നിടത്ത് ചോദിച്ചു, ചേട്ടാ ഈ എല്ലാവരും ഇങ്ങനെ ഉടമ്പടി എടുക്കുന്നുണ്ട്, അവർക്ക് എല്ലാവർക്കും ഒരു ലക്ഷ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ എന്താണ് എൻ്റെ ലക്ഷ്യം എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയണത് വിശുദ്ധിയോടുകൂടി ആത്മീയമായിട്ട് നല്ല രീതിയിൽ വളർന്നു പോകണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ കുട്ടിക്ക് അതൊരു സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ജീസസ് യൂത്തിൽ പ്രവർത്തിക്കുന്നതാണ്, ജീസസ് യൂത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ആ കുട്ടിയും ജീസസ് യൂത്തിലുള്ളതാണ്. അപ്പോൾ അങ്ങനെ കൂടുതലായിട്ട് ആത്മീയമായിട്ടുള്ള രീതിയിൽ അവർക്കും മുന്നോട്ട് വരാനുള്ള ഒരു സാഹചര്യം
ഉണ്ടായിട്ടുണ്ട്. പിന്നെ പത്രങ്ങൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഡെയിലി ബ്രെഡ് ആണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ സ്റ്റാറ്റസ് ആയിട്ടും ഗ്രൂപ്പുകളിലേക്കൊക്കെ ആയിട്ട് ഞാൻ നമ്മുടെ ചൊവ്വാഴ്ചത്തെ ധ്യാനങ്ങളും എല്ലാം ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് നമ്മുടെ ഇവിടെ ട്രസ്റ്റിൻ്റെ ഇതിൽ എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ചെറിയ രീതിയിൽ, പിന്നെ യാചകർക്കായിട്ടും പിന്നെ ഫുഡിന് വേണ്ടിയിട്ട് എന്നോട് ഇങ്ങോട്ട് വന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ചോദിക്കുന്നവർക്കും ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പത്രം കൊടുത്ത സമയത്തുണ്ടായ 2-3 കാര്യങ്ങളുണ്ട്. ഞാൻ കൊടുത്ത സമയത്ത് അത് കുറച്ച് റിജക്ഷൻസ് വരും. അപ്പോൾ റിജക്ഷൻസ് വരുമ്പോൾ സന്തോഷത്തോടു കൂടി കുഴപ്പമില്ല, അവർക്ക് അർഹതയുള്ളവരുടെ കയ്യിലേക്ക് ഇത് എത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു ബോധ്യം എനിക്ക് കിട്ടിയായിരുന്നു. അതായത് നമ്മൾ കൊടുക്കുമ്പോൾ അത് വേണ്ടാന്ന് പറയുന്നവരെ അവർക്ക് ഇവിടെ എത്തേണ്ടതായിട്ടുള്ള സമയമായിട്ടില്ല, അല്ലെങ്കിൽ അത് അവർക്കുള്ളതല്ല. അപ്പോൾ പ്രാർത്ഥിച്ചിട്ടാണ് കൊടുക്കുന്നത്. എപ്പോഴും ഞാൻ വിശുദ്ധ കുർബാന കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും പത്രം കൊടുക്കാനായിട്ട് ഞാൻ പോവുക. അപ്പോൾ ചില സ്ഥലങ്ങളിൽ എനിക്ക് ഉണ്ടായേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ഇങ്ങോട്ട് വന്ന് ചോദിച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലിയിട്ട് പത്രം കൊടുക്കുന്നത്. അപ്പോൾ ആ കൊടുക്കുന്ന സമയത്ത് ഒരു ചേച്ചി എന്നെ കവർ ചെയ്ത് പോയി. ആദ്യം ചേച്ചി വേണ്ടാന്ന് പറഞ്ഞാൽ പോയേ. അപ്പോൾ കുഴപ്പമില്ല, അപ്പോൾ ആ ചേച്ചിക്ക് അല്ല എന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ചേച്ചി തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു, മോൻ എനിക്ക് ആ പത്രം തരാമോ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. ആ സമയങ്ങളിലെല്ലാം ഒരു നല്ല സാന്നിധ്യങ്ങൾ എനിക്ക് കാണാമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഒരു അമ്മച്ചി ഇതേപോലെ തന്നെ ലോട്ടറി കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ആ അമ്മച്ചി എന്നോട് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മച്ചിക്ക് എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമല്ലോ എന്നുള്ള മനോഭാവത്തോട് ഞാൻ അങ്ങോട്ട് ചെന്നേ. അപ്പോൾ ആ അമ്മച്ചി പറയണത് എനിക്ക് നിൻ്റെ കയ്യിൽ പത്രം തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ കാണിച്ചു. നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചിട്ട് കൊടുക്കുന്നത് ഈശോനെ അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനും വേണ്ടിയിട്ട് സാധിക്കണമേ, അതിനുള്ള ആയിരിക്കണേ എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് പത്രങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഉടമ്പടിയോട് കൂടി അമ്മ മാതാവ് വഴി ഈശോ ചെയ്യാനായിട്ടുള്ള വലിയൊരു അനുഗ്രഹം തന്നിട്ടുണ്ട്. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്കിപ്പോൾ വിശുദ്ധ കുർബാന ഇല്ലാണ്ട് പറ്റൂല. ഒരു ദിവസം പോലും ഞാൻ വിശുദ്ധ കുർബാന മുടക്കൂല. ഞാൻ ട്രാവലിങ് ചെയ്യാറുണ്ട് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട്. അപ്പോൾ ഞാൻ എല്ലാ സ്ഥലങ്ങളിലും പോകാറുണ്ട്. ഇപ്പോൾ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ പോകാറുണ്ട്. അപ്പോൾ എനിക്കറിയില്ല എവിടെയൊക്കെ പള്ളി ഉണ്ടെന്നോ അല്ലെങ്കിൽ എവിടെയൊക്കെ ആയിരിക്കും കുർബാന സമയം ഒന്നും അറിയില്ല. പക്ഷേ അമ്മ മാതാവ് വഴി ഈശോ അവിടെയും എനിക്ക് എല്ലാം സജ്ജീകരിച്ച് തന്നിട്ടുണ്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് വലിയൊരു വിരുന്നായിരിക്കും തന്നിട്ടുണ്ടാവുക. അതായത് ആരാധനയോടുകൂടി ജപമാലയോടുകൂടി കുർബാന സ്വീകരിക്കാൻ സാധിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് അതാണ്. അപ്പം അങ്ങനെ ക്രമീകരിച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുമ്പസാരം എന്ന് പറയുന്നത് 2 ആഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരിക്കും. ചില സമയങ്ങളിൽ ചിലപ്പോൾ ഒരാഴ്ച, ചിലപ്പോൾ എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും തോന്നി, മനസ്സിലൊരു വിഷമം തോന്നി. ചിലപ്പോൾ അമ്മയുടെ ഒരു രൂപം എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ ഞാൻ ചിലപ്പോൾ നോക്കുമ്പോൾ അമ്മയുടെ മുഖത്ത് ചെറിയൊരു സങ്കടം കാണുകയാണെങ്കിൽ ഞാൻ ഇരുന്നിട്ട് ഞാനൊരു ബുക്കും പേനെടുത്തിട്ട് അവിടെ ഇരിക്കും. എന്നിട്ട് ഞാൻ ചോദിക്കും, ഞാൻ എന്ത് കാര്യമാണ് അമ്മ ചെയ്ത് തെറ്റെന്നുള്ള ചോദിച്ചിട്ട് അവിടെ ഇരുന്ന് എഴുതിയിട്ട് അതിൽ എപ്പോഴാണോ അമ്മ ഹാപ്പി ആയിട്ട് അമ്മയുടെ ഫേസ് തെളിഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നത് ആ സമയത്ത് ഞാനത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് അത്രയും കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ പോയി മാക്സിമം അന്ന് തന്നെ പോയി കുമ്പസാരിക്കാൻ വേണ്ടി ഞാൻ നോക്കും. കാരണം നമ്മൾ എത്രത്തോളം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു, സഹനങ്ങൾ ഞങ്ങളെല്ലാം വരും. പക്ഷെ എന്നിരുന്നാലും ആ സഹനത്തിലും അമ്മ മാതാവും ഈശോയും കൂടി കൈ ചേർത്ത് പിടിക്കും. അതാണ് എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ ഇതേപോലെ തന്നെ സഹോദരനും ഒരു രോഗത്തിൻ്റേതായിട്ടുള്ള ഒരു കാര്യം വന്നിട്ടുണ്ട്. അത് സഹോദരൻ ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഞാൻ പറയാത്തത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താഴെ ഇറങ്ങി വന്ന് ദൈവം ഇടപെട്ട ഒരു കാര്യമാണ്. അത് സഹോദരനായിട്ട് ഞാൻ വന്ന് ആ സാക്ഷ്യം കൂടി ഞാനിവിടെ കുടുംബസമേതം വന്ന് സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാത്തിനും നന്ദി. ഇനിയും ഉടമ്പടി തന്നെ ജീവിക്കാനും ഉടമ്പടിയോട് കൂടി ആയിരുന്നുകൊണ്ട് മുന്നോട്ട് പോകാനുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.